الحمد لله الحمد لله الواحد القهار الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. റമളാനുമായി അത് വരുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കാലഘട്ടത്തിലും വിശ്വാസികളുടെ മനസ്സുകളിൽ ഒരു പ്രത്യേകമായ ചൈതന്യം കുടികൊള്ളുന്നു നമുക്ക് കാണാൻ സാധിക്കും. നനച്ചുകൂടി നടത്തി വീടും പരിസരവും പള്ളിയും പരിസരവും ശുദ്ധമാക്കി അല്ലാഹുവിനെ തഖ്വ ചെയ്യുവാൻ ഒരുങ്ങി പുറപ്പെടുകയാണ് ഓരോ വിശ്വാസിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ നമ്മെ വിളിച്ചുണർത്തുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം പരിശുദ്ധ റമളാനിന്റെ മഹത്വവും അതിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്ന പുണ്യങ്ങളുടെ വസന്തവും നാം മറന്നു പോകരുത് എന്നതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അടിക്കടി ഉണർത്തുന്ന ചില ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അല്ലാഹു പറയുന്നു വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. വഅസ്ലിമൂ ലഹു, അല്ലാഹുവിനെ നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കുക. ഖബ്ല അൻ യഅതിയകുമുൽ അദാബ്, നിങ്ങളെ ഈ ഭൂമിലോകത്ത് ശിക്ഷ പിടികൂടുന്നതിന് മുമ്പായി. സുമ്മ ലാ തുൻസറൂൻ, അങ്ങനെ നിങ്ങൾക്ക് ശിക്ഷ പിടികൂടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. വീണ്ടും അല്ലാഹു പറയുകയാണ് വത്തബിഉ, നിങ്ങൾ പിൻപറ്റണം അഹ്സന, ഏറ്റവും നല്ലതിന്, മാ ഉൻസില ഇലൈക്കും, നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിൻപറ്റണം. മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും. ഖബ്ല അൻ യഅതിയകുമുൽ അദാബ്, മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, നിങ്ങൾക്ക് ശിക്ഷ വന്നു പെടുന്നതിന് മുമ്പ്, ബഗതതൻ, പെടുന്നതിന് പെട്ടെന്ന്. വഅൻതും ലാ തശ്ഉറൂൻ, ആ ശിക്ഷ വരുന്നത് നിങ്ങൾ അറിയില്ല. 1, 2, 3 ദിവസത്തെ വാർത്തകൾ നാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 23 വയസ്സുള്ള യുവാവ് കുടുംബത്തിലെ മാതാവും പിതാവും ഒക്കെ ഉൾപ്പെടുന്ന ആളുകളെ പെട്ടെന്ന് വെട്ടിക്കൊല്ലുകയാണ്. നിങ്ങൾക്ക് അറിയുന്നില്ല, നിങ്ങൾ ഇപ്പൊ മരിക്കും, നിങ്ങൾ കൊല്ലപ്പെടുമെന്ന് അറിയുന്നില്ല. ഇന്ന് പത്രം വായിച്ചാൽ നിങ്ങൾക്കറിയാം,
തെക്കൻ കേരളത്തിൽ തന്നെ ഒരു മുസ്ലിം യുവാവ്, 19 വയസ്സുള്ള ഒരു യുവാവ് മാതാവിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ക്രൂരമായി മർദ്ദിച്ച് ഹോസ്പിറ്റലിലാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബവും നാമും ഒക്കെ ഈ ജോലി തിരക്കുകളിലും ജീവിതത്തിന്റെ സന്തോഷങ്ങളിലും ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹു വിളിച്ചുണർത്തുകയാണ്, അള്ളാഹുവിനെ കൊന്ന് തിരിഞ്ഞു നടക്കണേ, അള്ളാഹുവിനെ ഒന്ന് അനുസരിക്കണേ, അള്ളാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ പിൻപറ്റണേ. നിങ്ങൾക്ക് പൊടുന്നനെ ശിക്ഷ വരുന്നതിന് മുമ്പ് ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായി. 1 വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരാള് അതേ സമയം മരണപ്പെട്ടു. ഒരു സഹാബി സ്വപ്നം കാണുകയാണ്, ഷഹീദായ മനുഷ്യനേക്കാൾ നേരത്തെ സ്വർഗത്തിൽ കടക്കുന്നത് 1 വർഷം കഴിഞ്ഞ് മരിച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംശയം ചോദിച്ചു, എന്താണ് അതിന്റെ കാരണം? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കറിയില്ലേ അദ്ദേഹം ഒരു നോമ്പ് അതിനുശേഷം ജീവിച്ചിരുന്നു, ഒരു റമദാനിൽ അദ്ദേഹം ജീവിച്ചിരുന്നു. ആ റമദാനിൽ അദ്ദേഹം നോമ്പനുഷ്ഠിച്ചു. 1 വർഷം മൊത്തവും അദ്ദേഹം സുജൂദ് ചെയ്തു. 1 വർഷം മൊത്തവും അദ്ദേഹം ധാരാളം അമലുകൾ ചെയ്തില്ലേ? അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, ഇതെല്ലാം പറയാണ്, ഇതെല്ലാം ചെയ്തു. അത് മതിയല്ലോ അള്ളാഹുവിന്റെ അടുക്കൽ ആ വ്യക്തിയെ പരിഗണിക്കാൻ എന്നതാണ്. പലപ്പോഴും നമ്മൾ ദുആ ചെയ്യാറുണ്ട്, തൗഫീഖ് താ അല്ലാഹ്, തൗഫീഖ് താ അല്ലാഹ്. എന്താ ഈ തൗഫീഖ് എന്ന് പറഞ്ഞാല്? നമ്മുടെ ഏതെങ്കിലും മക്കളുടെ പേര് തൗഫീഖ് എന്നിട്ട് തൗഫീഖ് താ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുക. എന്താ തൗഫീഖ് എന്ന് പറഞ്ഞാൽ? അവസരം തരിക. നമ്മള് ഹോസ്പിറ്റലിൽ പോയാല്, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയാൽ, അതുമല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ, അതല്ലെങ്കിൽ കല്യാണത്തിന് പോയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യം നേടാൻ പോയാൽ 10, 15, 20 മിനിറ്റ് ഡിലേ ആയാൽ നമ്മുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? ചില ആളുകൾ ആ ഫോൺ ഇങ്ങനെ റീൽസ് കണ്ട് ആ സമയം ചില ആളുകൾ അങ്ങനെ കുത്തിയിരുന്നു ഉറങ്ങും. ചില ആളുകൾ അടുത്തിരിക്കുന്ന ആളുകളുമായി എന്തെങ്കിലുമൊക്കെ കുശലം പറയും. ചില ആളുകളെ ഇങ്ങനെ ആലോചിച്ചിരിക്കും. ചില ആളുകൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ മൊബൈൽ എടുത്തിട്ട് ഖുർആൻ. ചില ആളുകൾ ചിലപ്പോൾ നല്ല പ്രസംഗം കേൾക്കും. ചില ആളുകൾ തസ്ബീഹ് ഉണ്ടെങ്കിൽ തസ്ബീഹ് ചെല്ലും. ഇങ്ങനെ അവസരം തരാനാണ് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. അതായത് നന്മകൾ ചെയ്യാൻ അവസരം തരാൻ. അപ്പൊ അവസരം ലഭിക്കുന്നുണ്ട്, പക്ഷേ നമുക്കത് ലഭിക്കണം. ആ 15 മിനിറ്റ് ഡിലേ ആയ 15 മിനിറ്റ് ഉപയോഗിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ സ്മരണയിലേക്ക്, നന്മയിലേക്ക് മാറ്റിവിടാൻ എനിക്ക് അവസരം തരണം. ഇതാണ് തൗഫീഖ് എന്ന് പറഞ്ഞത്. അപ്പോ ഒരു റമദാൻ സമാഗതമായി, അൽഹംദുലില്ലാഹ്, നമുക്ക് അവസരം അള്ളാഹു തന്നു. ഈ ലഭിച്ച അവസരം അതെങ്ങനെയാണ് നാം വിനിയോഗിക്കുന്നത്? അവസരം തൗഫീഖ് എന്ന് പറഞ്ഞ സമയം തരലല്ല, ആരോഗ്യം തരലല്ല. ആ സമയവും ആരോഗ്യവും ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ അല്ലാഹുമായുള്ള ബന്ധത്തെ കൂടുതൽ സുദൃഢമാക്കാൻ വേണ്ടിയാണ് എന്ന് തൗഫീഖ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ റമദാനിലുള്ള അവസരം തന്നിരിക്കുകയാണ്. ഒരു കവി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കം കുന്ത തഅരിഫു മിമ്മൻ സാമ ഫീ സലഫിൻ. കഴിഞ്ഞ വർഷങ്ങളിൽ
നിങ്ങളോടൊപ്പം നോമ്പ് അനുഷ്ഠിച്ച ആളുകളെയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അറിയോ അവരെയൊക്കെ? മിമ്പൈനി അഹിലിം വജീറാനിം വഇഖ്വാനി. ആ ആളുകളൊക്കെ നിങ്ങളുടെ അയൽവാസികളോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ സഹോദരങ്ങളോ ആയിരുന്നു. അവരൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ടോ എന്ന് കവി ചോദിക്കാൻ. എന്നിട്ട് വീണ്ടും ചോദിക്കാണ്, അഫിനാഹുമുൽ മൗതു, അവരെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു മരണം. വഅബ്ഖാക, നിങ്ങളെയോ മരണം അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഹയ്യൻ, ഇപ്പൊ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു. നിങ്ങളുടെ ബന്ധുക്കളിലും നിങ്ങളുടെ സഹോദരങ്ങളിലും നിങ്ങളുടെ കുടുംബക്കാരിലും പെട്ട പല ആളുകളും കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം നോമ്പനുഷ്ഠിച്ചിരുന്നു. അവരെ ഓർക്കുന്നുണ്ടോ? അവരെ മരിപ്പിച്ചിട്ട് നിങ്ങളെ ജീവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിൽ നിന്ന് അകലാനും ആർക്കാണ് സാധ്യമാവുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ ഇതിന് ആലോചിക്കണം. മരിച്ചുപോയ ആളുകള് കഴിഞ്ഞ വർഷം റമദാനില് സജീവമായി പള്ളികളില് നോമ്പനുഷ്ഠിച്ച് നോമ്പ് തുറപ്പിച്ച് പല രീതിയിലുള്ള അമലുകളും ചെയ്ത ആളുകൾ അവരെ മരണം പിടികൂടി നമ്മിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മളെ ജീവിപ്പിച്ചിരിക്കുകയാണ്. ഇനി ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കേണ്ടവരാരാണോ ഞാൻ, അതല്ല അള്ളാഹുവിൽ നിന്ന് അകന്നു പോകേണ്ടവരാണ് എന്ന് ആലോചിക്കാൻ കവി നമ്മോട് ബോധ്യപ്പെടുത്തുകയാണ്. അതേ അർത്ഥമാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുപ്പം കാണിക്കുക, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്, റമദാനിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീഖുകൾ, സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആരാണോ അള്ളാഹുവിലേക്ക് അടുക്കാൻ തയ്യാറാകുന്നത് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. പിശാച് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. നരകത്തിന്റെ കവാടങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ റമദാൻ ശരീഫായി കഴിഞ്ഞാൽ ഇനി പിശാചിന്റെ ചെല്ലിലും ചേലിലും നടക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാവില്ല എന്നല്ല. പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് അകർമ്മക ക്രിയയാണ്. പിശാചുക്കൾ ബന്ധിക്കപ്പെടും, അള്ളാഹു ബന്ധിക്കുമെന്നല്ല. വിശ്വാസികളുടെ നന്മയാർന്ന ചിന്തയാലും നന്മയാർന്ന പ്രവർത്തനങ്ങളാലും പിശാചിന് ആ നന്മയാർന്ന മുത്തഖീങ്ങളായ മനുഷ്യരിലേക്ക് ചെല്ലാനുള്ള എല്ലാ വഴികളും ബന്ധിച്ചിട്ടുണ്ടാവും അവൻ. അപ്പൊ നാം ഓരോരുത്തരും പിശാചിന് ചങ്ങലക്കിടണമെന്നാണ് വ്യംഗ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നാം ഓരോരുത്തരുമാണ് നമ്മുടെ സ്വർഗത്തിന്റെ കവാടം തുറക്കേണ്ടത്. നാം ഓരോരുത്തരുമാണ് നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കേണ്ടത്. ആ രീതിയിൽ റമദാനിനെ നാം സ്വാഗതം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പ്രതിഫലങ്ങൾ ഈ റമദാനിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റമദാനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഹദീസ്, കേട്ട് പരിചയമുള്ള ഒരു ഹദീസ് നിങ്ങളുടെ മനോനുകരങ്ങളിൽ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ചെറിയ ഒരു ഹദീസാണ്. ലിസ്വാഇമി ഫർഹത്താൻ, ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് രണ്ട് സന്തോഷമുണ്ടാകും. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി,
ഒന്ന് ഈ ലോകത്ത് നോമ്പ് തുറക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. ആ നോമ്പ് തുറക്കുന്ന സമയം നമ്മുടെ മുന്നിൽ വിശപ്പുള്ള നമ്മുടെ മുന്നിൽ വിവിധ ഇനം പാനീയങ്ങളും പലഹാരങ്ങളും ഉണ്ടാവുമ്പോ അത് കഴിക്കാനുള്ള ഒരു ആർത്തിയും ഒരു ആഗ്രഹവും ഒക്കെ സഫലീകരിക്കുന്ന മാനസികമായി ലഭിക്കുന്ന ഒരു സന്തോഷം. ഒന്ന് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻദ ലിഖാഇ റബ്ബി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. രക്ഷിതാവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. നാം ഓരോരുത്തരും നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹം, നാം നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന, നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയാണ്. ആ അല്ലാഹുവിനെ ഒന്ന് കാണാൻ നമ്മുടെ രണ്ട് കണ്ണുകളെ കൊണ്ട് കാണും. അല്ലാഹു പറയാണ് നാളെ സ്വർഗത്തിൽ അന്ന് ആ വിശ്വാസികളുടെ മുഖകമലങ്ങൾ പ്രക്ഷോഭിതമായിരിക്കും സന്തോഷത്താൽ. ആ സന്തോഷം അവരുടെ രക്ഷിതാവിലേക്ക് നോക്കി ആ രക്ഷിതാവിനെ കാണുന്നതിനുള്ള സന്തോഷമാണ്. നോമ്പിലൂടെ ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ അനുഗ്രഹം നമ്മുടെ രക്ഷിതാവായ അല്ലാഹുവിനെ കാണുക എന്നുള്ളത്. അതിനു വേണ്ടി റമളാനിനെ നാം സുസജ്ജമാക്കുക. റമളാൻ അതിന്റെ ദിനരാത്രങ്ങൾ പ്രകൃതിപരമായി ഒരു മാറ്റവുമില്ല. പുതിയ ജനറേഷൻ കുട്ടികൾ ചോദിക്കും, എന്തപ്പ ഈ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതില്, വാച്ചിലെ സൂചികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതില്, അങ്ങാടിയിൽ കച്ചവടം നടക്കുന്നതില് ഒരു മാറ്റമില്ലല്ലോ. പിന്നെന്തപ്പ റമദാനിന് മാറ്റം? റമദാനിന്റെ മാറ്റം നമ്മളുടെ തഖ്വയാണ്. അത് നമ്മുടെ പള്ളികളിലാണ്, നമ്മുടെ വീടുകളിലാണ്, നമ്മുടെ ചിന്തകളിലാണ്, നമ്മുടെ അമലുകളിലാണ്. അത് നമ്മൾ നമ്മുടെ നാട്ടിൽ ഘോഷമായി ചെയ്യുമ്പോ നമ്മുടെ നാടിന് മാറ്റം ഉണ്ടാകുകയാണ് റമദാനിലൂടെ. അതല്ലെങ്കിൽ ഇന്നെങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും നാളത്തെയും രാപകലുകൾ. നമുക്ക് മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നാം ഇന്നത്തതിനേക്കാൾ വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ, സുബഹി നമസ്കാരാനന്തരം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അങ്ങാടിയിലേക്ക് പോയി അങ്ങാടിയിലെത്തിയിട്ട് സമയം കിട്ടുമ്പോൾ ഖുർആനിനോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്കോ സമയം വിനിയോഗിക്കുമ്പോൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തരായി മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് റമളാൻ നമുക്ക് പുണ്യമായി മാറുന്നത്. അല്ലെങ്കിൽ ഒരു വ്യത്യാസവും തോന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പോക്കിനെ പല സ്ഥലത്തും ബ്രേക്ക് ഇടുന്നുണ്ട്, ചിന്തിക്കാൻ വേണ്ടി. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടാ പോണത്? അല്ലാഹുവിന്റെ ചിന്തയിൽ നിന്നല്ലാതെ. അല്ലാഹുവിനെ മറന്നിട്ട് നിങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ സാധിക്കും എന്ന് ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ചിന്തയെ, നമ്മളുടെ പോക്കിനെ, നമ്മുടെ നടത്തത്തെ, നമ്മുടെ സംസാരത്തെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആ ആയത്തുകളിലൂടെ ഒന്ന് തിരിച്ചു നടക്കാൻ നാം തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ റമദാൻ ഷരീഫ് നമുക്ക് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷി നിൽക്കുന്ന ഗുണപ്രദമായ ഒരു റമദാനാക്കി തീർക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു റമദാനാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിന്റെ ഗൗരവം, ലാ തഖൂമു സ്സാഅ,
ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. ഹത്താ യുഖാതില റജുലുൻ, ഒരു മനുഷ്യൻ കൊല്ലുന്നത് വരെ, അഹാ, അവന്റെ സഹോദരനെ കൊല്ലുന്നത് വരെ, വഅബാ, അവന്റെ വാപ്പയെ കൊല്ലുന്നത് വരെ, വജാറ, അവന്റെ അയൽവാസിയെ കൊല്ലുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാകുകയില്ല. ഖിയാമത്ത് നാളിന് മുന്നേ നമ്മയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീടുകളിലെ അയൽപക്കങ്ങളിൽ സഹോദരങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ കൊലപാതകങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസുമായി ഒന്ന് ചേർത്ത് വെച്ചിട്ട് നാം നമ്മെ ഒന്ന് വിലയിരുത്തുക, നമ്മുടെ കുടുംബത്തെ വിലയിരുത്തുക, തിരുത്താൻ തയ്യാറാകുക, തിരിച്ചു നടക്കാൻ തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ അൽ-അദീമ ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.